പീച്ചി ഡാം തുറന്നുവിട്ടതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഡിജിപിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ എസിപിയാണ് അന്വേഷണം നടത്തുന്നത്. ചാലക്കുടിയിലും അരണാട്ടുകരയിലും വൻ സ്പിരിറ്റ് വേട്ട. കോട്ടയിൽ കാറിൽ കടത്തിയ 385 ലിറ്റർ സ്പിരിറ്റും അരണാട്ടുകരയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 4000 ലിറ്റർ സ്പിരിറ്റും പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഞായറാഴ്ച ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദിവസം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ. ഗുരുവായൂരിൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കേച്ചേരി വടക്കാഞ്ചേരി റോഡ് അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയതിനെതിരെ പ്രതിഷേധം. വ്യാപാരികൾ റോഡ് പണി തടഞ്ഞു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. പീച്ചി ഡാം തുറന്നുവിട്ടതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഡിജിപിക്ക് നൽകിയ പരാതിയിലാണ് ഒല്ലൂർ എസിപി അന്വേഷണം ആരംഭിച്ചത്. ഇത് സംബന്ധിച്ച് പരാതിക്കാരന്റെ മൊഴിയെടുത്തു. പീച്ചി ഡാം തുറന്നതിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച പറ്റിയതായി സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. റൂൾ കർവ് പിന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറക്കാതിരുന്നതും പിന്നീട് വെള്ളം കൂടിയതോടെ ജൂലൈ 29-നും 30-നും 15 മണിക്കൂർ വ്യത്യാസത്തിൽ 72 ഇഞ്ചായി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നതാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജൂലൈ 26-ന് വൈദ്യുതി ഉൽപാദനത്തിനായി കെഎസ്ഇബിക്ക് വെള്ളം തുറന്നു കൊടുത്തുവെങ്കിലും ജനറേറ്ററുകൾ കേടായതിനാൽ പീച്ചിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെന്ന കാര്യം കെഎസ്ഇബിയോ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോ അറിയിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ കാറിൽ കടത്തുകയായിരുന്ന 385 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. കാർ ഓടിച്ചിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ഈരാറ്റുപേട്ട മുണ്ടക്കൽ വീട്ടിൽ സച്ചു രാമകൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂരിൽ നിന്നും അങ്കമാലിയിലേക്ക് മാരുതി കാറിൽ കൊണ്ടുപോയിരുന്ന സ്പിരിറ്റാണ് ചാലക്കുടി എസ്ഐ ആൽബിൻ ആന്റണി വർക്കിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പിടികൂടിയത്. 35 ലിറ്ററിന്റെ 11 കന്നാസിലായിരുന്നു കാറിന്റെ ഡിക്കിയിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. അങ്കമാലിയിലെ ബാറുകളിലേക്ക് ഓണക്കാലത്ത് കച്ചവടത്തിനായി കൊണ്ടുപോയതാണ് സ്പിരിറ്റ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. തൃശൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 4000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവത്തിൽ 2 പേർ പിടിയിലായി. അരണാട്ടുകര സ്വാമി പാലത്തിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നാണ് സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന കൊലക്കേസ് പ്രതിയായ വാടാനപ്പള്ളി സ്വദേശി മണികണ്ഠൻ പിടിയിലായി. പൂത്തോൾ സ്വദേശി ചിരിയങ്കണ്ടത്ത് ആന്റോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. 6 മാസം മുമ്പാണ് മണികണ്ഠനും കുടുംബവും വീട് വാടകയ്ക്കെടുത്തത്. പാർസൽ ഗോഡൌണിന്റെ മറവിലായിരുന്നു സ്പിരിറ്റ് കച്ചവടം. കള്ളുഷാപ്പ് കേന്ദ്രീകരിച്ചാണ് സ്പിരിറ്റ് കച്ചവടം നടത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നു. പോട്ടയിൽ കാറിൽ കടത്തുകയായിരുന്ന 350 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയതാണ് തൃശൂരിലെ സ്പിരിറ്റ് ഗോഡൌൺ കണ്ടെത്താൻ പോലീസിന് സഹായകമായത്. ചാലക്കുടിയിൽ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ പിടിയിലായ കോട്ടയം സ്വദേശി സച്ചുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ലാലൂർ അരണാട്ടുകരയിലെ സ്പിരിറ്റ് ഗോഡൌണിനെ പറ്റി വിവരം ലഭിച്ചത്. തുടർന്ന് ചാലക്കുടി പോലീസ് തൃശൂർ വെസ്റ്റ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് അരണാട്ടുകരയിലെ ഗോഡൌണിൽ വൻ സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത്. പിന്നെ ഇവരെ അധികം പുറത്തേക്ക് വരികയോ മറ്റുള്ള ആളുകളായിട്ട് യാതൊരു ബന്ധവും ഇവരില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മളിതിൽ പോകുമ്പോൾ നോക്കുമ്പോൾ നായ വലുതിവിടെ ഉണ്ട്. പിന്നെ നമുക്കാർക്കും കൂടെ കടക്കേണ്ട ആവശ്യമില്ല. വളരെ സൈലൻ്റായിട്ട് പോകുന്ന ഒരു ഫാമിലി ആയിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് 4000 ലിറ്ററിലധികം സ്പിരിറ്റ് പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ പ്രദേശത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒറീസ ഗോൾഡ് കഞ്ചാവുമായി 3 പേർ എക്സൈസിന്റെ പിടിയിൽ. പൊങ്ങണങ്ങാട് സ്വദേശി തീയത്തുപറമ്പിൽ അനീഷ്, പീച്ചി സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വിഷ്ണു, തളിക്കുളം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അമൽ എന്നിവരാണ് വാടാനപ്പള്ളി എക്സൈസിന്റെ പിടിയിലായത്. തൃശൂർ നഗരത്തിലെ കോളേജുകളിലും തീരദേശ മേഖലയിലെ സ്കൂളുകളും കേന്ദ്രീകരിച്ചാണ് സംഘം കഞ്ചാവ് വിൽപ്പന നടത്തിവന്നിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവരിൽ നിന്ന് 2.5 കിലോഗ്രാം കഞ്ചാവ് വാടാനപ്പള്ളി എക്സൈസ് പിടിച്ചെടുത്തു. വിപണിയിൽ വലിയ വിലയുള്ള ഒറീസ ഗോൾഡ് എന്നറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവ് ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുവാനായാണ് സംഘം കടത്തിക്കൊണ്ടുവന്നത്. കാറിൽ കഞ്ചാവ് കടത്തുകയായിരുന്ന സംഘത്തെ അതിസാഹസികമായി പിന്തുടർന്നാണ് പിടികൂടിയത്.
വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ ഹരിദാസ് വിജയൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത്, ബാസിൽ, അഭിജിത്ത് തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഞായറാഴ്ച ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദിവസം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 3:20 വരെ 354 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത്. താലികെട്ട് നടക്കുന്നതിന് തൊട്ടുമുമ്പ് വരെ ഷീട്ടാക്കാൻ സൌകര്യമുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വിവാഹങ്ങൾ നടക്കുന്ന ദിവസം ഭക്തർ തിരക്കിലമർന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പുലർച്ചെ 4 മണി മുതൽ താലികെട്ട് ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. മണ്ഡപങ്ങളെല്ലാം ഒരുപോലെ അലങ്കരിക്കും. താലികെട്ട് ചടങ്ങിന് കാർമ്മികത്വം വഹിക്കാൻ 6 കൊയ്മമാരെ നിയോഗിക്കും. 2 മംഗളവാദ്യ സംഘമുണ്ടാകും. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം തെക്കേ നടയിലെ പട്ടരുകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൌണ്ടറിൽ നിന്ന് ടോക്കൺ വാങ്ങണം. താലികെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശനം അനുവദിക്കുക. ദർശനത്തിനുള്ള ഭക്തരെ പുലർച്ചെ നിർമാല്യം മുതൽ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. ദീപസ്തംഭം വഴി തൊഴാനെത്തുന്നവരെ കിഴക്കേ നടയിലെ ക്യൂ കോംപ്ലക്സ് വഴി മാത്രം കടത്തിവിടും. കിഴക്കേ നടയിലും മണ്ഡപങ്ങളുടെ സമീപത്തേക്കും ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകില്ല. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയന പ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കിഴക്കേ നടയിലെ ബഹുനില വാഹന പാർക്കിംഗ് സമുച്ചയത്തിന് പുറമെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനവും സജ്ജമാക്കും. ഗുരുവായൂരിൽ ഞായറാഴ്ച രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത C. മനോജ് B. നായർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. പുതിയ അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ വായിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. NK അക്ബർ MLA ഉൾപ്പെടെ വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. കേച്ചേരി വടക്കാഞ്ചേരി റോഡ് അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയത് വ്യാപാരികൾ തടഞ്ഞു. ഓണക്കാലം അടുത്തതോടെ റോഡുകൾ അടച്ചിട്ട് പണി നടത്തുന്നത് കച്ചവടത്തെ ബാധിച്ചതോടെയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ മുതലാണ് കട്ടവിരിക്കൽ ആരംഭിച്ചത്. മണിക്കൂറുകൾക്കകം മേഖലയിലെ വ്യാപാരികൾ സംഘടിച്ച് റോഡ് നിർമ്മാണം തടയുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ഏറെ നേരം PWD ഉദ്യോഗസ്ഥരും വ്യാപാരികളും തമ്മിൽ വാക്ക് തർക്കം നടന്നു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് മോഷ്ടാക്കൾ പണം കവർന്നു. ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരം തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നത്. 5000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നാഗത്തറയിലെയും ആൽത്തറയിലെയും ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ തകർത്തിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കൾക്ക് പണമെടുക്കാൻ സാധിച്ചില്ല. വടക്കാഞ്ചേരി മേഖലയിലെ ആരാധനാലയങ്ങളിൽ മോഷണം തുടർക്കഥയാവുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. എറവ് കപ്പൽപ്പള്ളിക്ക് സമീപം കാർ ബസിന് പുറകിലേക്ക് ഇടിച്ചു കയറി. കാർ ഡ്രൈവർ ഏങ്ങണ്ടിയൂർ സ്വദേശി അന്തിക്കാട് വീട്ടിൽ സന്തോഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബസ് പെട്ടെന്ന് നിർത്തിയതോടെ കാർ ബസിന് പുറകിൽ ഇടിച്ചു കയറുകയായിരുന്നു. കാറിന്റെ മുൻവശം തകർന്നു. നാട്ടുകാർ ഏറെ നേരം പണിപ്പെട്ടാണ് കാർ ബസിനടിയിൽ നിന്ന് പുറത്തെടുത്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ജീവനക്കാരനെ ക്ഷേത്രം ഗസ്റ്റ് ഹൌസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരൻ കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവ് വയലാർ സ്വദേശി 46 വയസ്സുള്ള നാലുമാക്കൽ ഉണ്ണികൃഷ്ണനെയാണ് കണ്ണകി ഗസ്റ്റ് ഹൌസിന്റെ മട്ടുപ്പാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ചാലക്കുടി നഗരത്തിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വിളിച്ചു ചേർത്ത പൌരപ്രമുഖരുടെ യോഗം മുനിസിപ്പാലിറ്റി ആക്ടിന് വിപരീതമാണെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് നഗരസഭാ കാര്യാലയത്തിൽ ചെയർമാൻ അറിയാതെ യോഗം വിളിച്ചു ചേർക്കാൻ ആർക്കും അധികാരമില്ല. പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഒരു ആലങ്കാരികം മാത്രമാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ പൊതുയോഗം വിളിച്ചു ചേർത്ത LDF ലീഡർ CS സുരേഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി നഗരസഭാ ചെയർമാൻ പറഞ്ഞു. നിലവിൽ തെരുവുനായ ശല്യത്തിനെതിരെ നഗരസഭ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 400 തെരുവുനായ്ക്കൾക്ക് കുത്തിവയ്പ് നടത്തി. 700ഓളം വളർത്തുനായ്ക്കൾക്ക് ചിപ്പ് ഘടിപ്പിച്ച് ലൈസൻസ് നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. കാനാണി പെരുമ്പുഴയിൽ രണ്ടാമത്തെ പാലത്തിന് സമീപത്തെ ഹൈലെവൽ കനാലിൽ കണ്ട പുരുഷന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. ലാലൂർ സ്വദേശി പറപ്പുള്ളി വീട്ടിൽ 72 വയസ്സുള്ള സേവ്യറാണ് മരിച്ചത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൌണ്ടിന്റെ നവീകരണ പ്രവർത്തനം 2 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ കായിക വിദ്യാർത്ഥികളുടെ പരിശീലനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. 12 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. ഫണ്ട് ലഭിക്കാത്തതാണ് നിർമ്മാണം മുടങ്ങാൻ കാരണമെന്ന് കരാറുകാരന്റെ അനാസ്ഥയാണെന്ന് അധികൃതരും പറഞ്ഞ് പരസ്പരം പഴിചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുകയാണ്. നവീകരണ പ്രവർത്തനം പുനരാരംഭിച്ചില്ലെങ്കിൽ MLAയെ വഴി തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, NK കബീർ, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. സമാപന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സുരേഷ് ഗോപി ദർശനത്തിനെത്തിയത്. ദേവസ്വം ഓഫീസർ PB ബിജുവും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. ഏറെ നേരം ക്ഷേത്രത്തിനകത്ത് ധ്യാനമിരുന്നതിന് ശേഷമാണ് മന്ത്രി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസ്തംഭനം ആരോപിച്ചും അംഗപരിമിതിയായ സെക്രട്ടറിക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയുമാണ് പ്രവർത്തകർ ധർണ നടത്തിയത്. ധർണ കോൺഗ്രസ് നേതാവ് MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ, DCC സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പുള്ളി, സതീഷ് വിമലൻ, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുവല്ലൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. പെരുവല്ലൂർ എളവള്ളി റോഡിനെയും ക്വാറിയെയും മാലിന്യ കൂമ്പാരമാക്കരുത്, പകർച്ചവ്യാധി വ്യാപനം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തിയത്. പെരുവല്ലൂർ കരിങ്കൽ ക്വാറിക്ക് സമീപം നടന്ന സമരം DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് മെമ്പർ സുനീതി അരുൺകുമാർ, KR വിശ്വനാഥൻ, NK ഷംസുദ്ദീൻ, NA ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖരങ്ങളിൽ നെൽച്ചെടികൾ കതിരിടാൻ തുടങ്ങിയതോടെ വയലോരത്തെ തെങ്ങിൻ തലപ്പുകളിൽ ചേക്കേറുകയാണ് ആയിരക്കണക്കിന് ആറ്റക്കിളികൾ. ഒരു കാലത്ത് മലയോരത്തെ നെൽപ്പാടങ്ങളിലെമ്പാടും കാണപ്പെട്ടിരുന്ന ആറ്റക്കിളികൾ ഇപ്പോൾ വളരെ അപൂർവം പാടശേഖരങ്ങളിൽ മാത്രമാണ് ഉള്ളത്. ശാന്തമായ അന്തരീക്ഷമുള്ള പാടങ്ങളാണ് ഇവയുടെ വാസകേന്ദ്രങ്ങൾ. മനുഷ്യ സാന്നിധ്യം കുറഞ്ഞ വയലോരത്തെ തെങ്ങിൻ തലപ്പുകളും ഉയരമേറിയ വൃക്ഷശിഖരങ്ങളുമാണ് കൂടൊരുക്കാനായി ഇവ തിരഞ്ഞെടുക്കുന്നത്. കൊടകര, മറ്റത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചാറ്റിലാമ്പാടത്തെ തെങ്ങുകളിൽ 100 കണക്കിന് കുരുവികളാണ് കൂടൊരുക്കിയിട്ടുള്ളത്. 3 വശവും കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ പാടശേഖരത്തിൽ പാറിക്കളിക്കുന്ന ആറ്റക്കുരുവികൾ മനോഹര കാഴ്ചയാണ്. ചാറ്റിലാമ്പാടത്തിന് നടുവിലും ഇരുവശത്തെ കരപ്രദേശത്തുമായി നിൽക്കുന്ന തെങ്ങുകളിലുമാണ് കുഞ്ഞാറ്റക്കിളികളുടെ കൂടുകളുള്ളത്. മറ്റത്തൂരിലെ കോടാലി പാടശേഖരത്തിന്റെ അതിരിലുള്ള തോട്ടുവക്കിലെ തെങ്ങിൻ തലപ്പുകളിലും ആറ്റക്കിളികളെ കാണാം. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും വ്യാപകമായിരുന്ന കാലത്ത് ധാരാളമായി കാണപ്പെട്ടിരുന്നവയാണ് ആറ്റക്കിളിയെന്നും തൂക്കണാംകുരുവിയെന്നും പേരുള്ള കുഞ്ഞു പറവകൾ. പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മറയാൻ തുടങ്ങിയതോടെ
തെങ്ങോലത്തുമ്പിൽ കാറ്റിന്റെ താളത്തിനൊത്ത് ചാഞ്ചാടുന്ന ആറ്റക്കിളിക്കൂടുകളും അപൂർവ കാഴ്ചയായി മാറുകയാണ്. ആൺകിളികളാണ് തെങ്ങോലകളിൽ കൂടുണ്ടാക്കുന്നത്. നാരുകളും ഓലച്ചീളുകളും ചളിയും ഉപയോഗിച്ചാണ് കൂട് നിർമ്മാണം. ആൺകിളി കൂട് മെനഞ്ഞു കഴിഞ്ഞാൽ പെൺകിളി മുട്ടയിടാനായി എത്തും. 2 ആഴ്ച കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞാറ്റകൾ പുറത്തു വരും. ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മക്കിളിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നീട് ആൺകിളികൾ പുഴുക്കളെയും പുൽച്ചാടികളെയും കൊക്കിലെടുത്തു കൊണ്ടുവന്ന് തീറ്റയായി നൽകും. ചാറ്റിലാമ്പാടത്ത് നെല്ല് വിളഞ്ഞു തുടങ്ങുന്ന സമയത്ത് ആയിരക്കണക്കിന് ആറ്റക്കിളികളെ കാണാനാകും. നെൽക്കതിരുകളിൽ നിന്ന് പാലൂറ്റി കുടിക്കുന്നതിനാൽ ആറ്റക്കുരുവികൾ കർഷകർക്ക് ശല്യമാണ്. TCV ന്യൂസ്, കൊടകര. അകമലയിലെ ഡോഗ് ഷെൽട്ടർ ഹോമിലെ ഇതര സംസ്ഥാനക്കാരെ നായ ജീവനക്കാരനെ കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം സ്വദേശി ആഷിഖ് ഇസ്ലാമിനെയാണ് 650 ഗ്രാം കഞ്ചാവുമായി വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ചിറ്റാറ്റുകരയിൽ തുടക്കമായി. താമരപ്പള്ളി നോർത്ത് ബ്രാഞ്ച് സമ്മേളനം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. KV സുരേഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ്, CF രാജൻ, കൃഷ്ണൻ തുപ്പത്ത്, VS പ്രദീപ്, NB ജയ, PK അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരുടെ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. ഇനി തിരുവോണം വരെ 10 ദിവസവും ഗുരുവായൂരപ്പന് മുന്നിൽ വലിയ പൂക്കളങ്ങൾ വിടരും. ഗുരുവായൂരിലെ പൂക്കച്ചവടക്കാരാണ് ഓണക്കാലത്ത് ക്ഷേത്രത്തിന് മുന്നിൽ വഴിപാടായി പൂക്കളങ്ങൾ ഒരുക്കുന്നത്. പൂക്കച്ചവടക്കാരനായിരുന്ന തേക്കത്ത് ഉണ്ണികൃഷ്ണൻ 4 ദശാബ്ദം മുൻപാണ് ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളമിട്ട് തുടങ്ങിയത്. ഇതോടെ മറ്റ് കച്ചവടക്കാരും മറ്റുള്ള ദിവസങ്ങളിൽ കളമിട്ട് തുടങ്ങി. ഉണ്ണികൃഷ്ണന്റെ മകൻ സന്ദീപിന്റെ നേതൃത്വത്തിൽ 20ഓളം പേർ ചേർന്ന് 20 അടി വലുപ്പത്തിലുള്ള കളമാണ് ഇത്തവണ തീർത്തത്. 50 കിലോ പൂക്കൾ ഇതിനായി വേണ്ടിവന്നു. പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പോരാടാൻ ഒരു നാട് മുഴുവൻ ഒന്നിക്കുന്നു. കിഴുപ്പള്ളിക്കര ജനകീയ സമിതിയുടെ ആദ്യഘട്ട ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ജനകീയ പ്രതിരോധ റാലി നടക്കും. വൈകിട്ട് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. വാർത്താസമ്മേളനത്തിൽ TV ദിബു, വാർഡ് മെമ്പർമാരായ ഷൈനി ബാലകൃഷ്ണൻ, CL ജോയ്, മിനി ജോസ്, ജനകീയ സമിതി രക്ഷാധികാരി PB ഷബീർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ആരംഭിച്ച ഗണേശ സംഗീതോത്സവം ക്ഷേത്രം മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് OA പരമൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗുരുവായൂർ ജ്യോതിദാസും സംഘവും അവതരിപ്പിച്ച പഞ്ചരത്ന അഷ്ടപതിയും അരങ്ങേറി. 2 ദിവസങ്ങളിലായി 250-ലേറെ സംഗീതാർത്ഥികൾ പങ്കെടുക്കുന്ന സംഗീതോത്സവം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. തകർന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി ചെറുതുരുത്തി പനമണ്ണ റോഡിൽ വാഴയും ആമ്പലും നട്ട് പ്രതിഷേധിച്ചു. DCC അംഗം ജയൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഖാദർ മോൻ, കൈപ്ര മാധവൻകുട്ടി, മായ ഉദയൻ, OU ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് പദ്ധതിയിൽ ഹഡ്കോ വായ്പ അനുവദിച്ചിട്ടും ഗുണഭോക്താക്കൾക്ക് പണം നൽകുന്നില്ലെന്നാരോപിച്ച് പൊയ്യ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ LDF അംഗങ്ങൾ നടത്തിയ ധർണ AS വിജീഷ് ഉദ്ഘാടനം ചെയ്തു. സിബി ഫ്രാൻസിസ് അധ്യക്ഷയായി രമ ബാബു, പ്രിയ ജോഷി, റഹ്മത്ത് ചൊവ്വര തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനും കുടുംബശ്രീയും ചേർന്ന് നടത്തിയ പുഷ്പകൃഷി വിളവെടുത്തു. 8ാം വാർഡ് JLG ഗ്രൂപ്പിൽ നടന്ന വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, പഞ്ചായത്ത് അംഗം ഷിനി ജെയ്സൺ, റോസിലി പപ്പച്ചൻ, JLG ഗ്രൂപ്പ് പ്രസിഡന്റ് റോസി ഡേവീസ്, ലില്ലി ജൂഡി തുടങ്ങിയവർ സംസാരിച്ചു. വടൂക്കര ഗുരുവിജയം LP സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നെടുപ്പുഴ SHO അമൽ ഉദ്ഘാടനം ചെയ്തു. കൂർക്കഞ്ചേരി കൃഷി ഓഫീസർ ഷൈബി മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പുരാതനമായ മതിൽക്കെട്ടും നടപ്പുര ഗോപുരവും തകർന്നിട്ട് 3 മാസം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കിഴക്കേ നടയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആനപ്പള്ള മതിലും തേക്കിൽ നിർമ്മിച്ച ഗോപുരവുമാണ് ആൽമരത്തിന്റെ കൊമ്പ് പൊട്ടി വീണ് തകർന്നത്. പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. നാട്ടുകാർ പലതവണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നീളുകയാണ്. തകർന്ന മതിലിന് മുകളിൽ ടാർപോളിൻ വിരിച്ച് മഴയിൽ നിന്നും താൽക്കാലിക സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ശക്തമായി തുടരുന്ന മഴ വിരിപ്പ് കൃഷിക്ക് പ്രതിസന്ധിയാകുന്നു. അടിക്കടി വെള്ളക്കെട്ടുണ്ടായതോടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള നെൽച്ചെടികളുടെ വളർച്ച മന്ദീഭവിച്ച നിലയിലാണ്. ഇടവേളയില്ലാതെ മഴ തുടർന്നതോടെ വളപ്രയോഗത്തിനും താമസം നേരിട്ടു. കുന്നംകുളം കൊരട്ടിക്കട പാടശേഖരത്തിൽ തോടിന്റെ ശോച്യാവസ്ഥ വെള്ളക്കെട്ടിനിടയാക്കുന്നതായി കർഷകർ പറഞ്ഞു. വിരിപ്പു കൃഷി ചെയ്ത പാടശേഖരങ്ങളിൽ കൊയ്ത്തിന് ശേഷമേ മുണ്ടകൻ തുടങ്ങാൻ സാധിക്കൂ. ചൂണ്ടൽ സാന്റോം ചർച്ച് നവദേവാലയ കൂദാശ ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൂദാശ കർമ്മം നിർവഹിക്കും. 18 മാസം കൊണ്ടാണ് നവദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത്. പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഫിലിപ്പ് മാറോക്കി, ഫിനാൻസ് കൺവീനർ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, കൈക്കാരന്മാരായ CF ജോസ്, CJ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. വെള്ളി ഗ്രാമിന് 91 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3094 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചി ഡാം തുറന്നുവിട്ടതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. DGPക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ ACPയാണ് അന്വേഷണം നടത്തുന്നത്. ചാലക്കുടിയിലും അരനാട്ടുകരയിലും വൻ സ്പിരിറ്റ് വേട്ട. കോട്ടയിൽ കാറിൽ കടത്തിയ 385 ലിറ്റർ സ്പിരിറ്റും അരനാട്ടുകരയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 4000 ലിറ്റർ സ്പിരിറ്റും പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഞായറാഴ്ച ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഗുരുവായൂരിൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കേച്ചേരി വടക്കാഞ്ചേരി റോഡ് അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയതിനെതിരെ പ്രതിഷേധം. വ്യാപാരികൾ റോഡ് പണി തടഞ്ഞു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.